ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ദേവീ സങ്കല്പവും ശൈവസങ്കല്പവും വൈഷ്ണവ സങ്കല്പങ്ങളും അനാദികാലം തൊട്ട് തന്നെ ഭാരതീയ മനസ്സിൽ രൂഢമൂലമാണ്. പ്രപഞ്ച സൃഷ്ടാവ് തന്നെ ദേവിയാണെന്നാണ് സങ്കല്പം. അതിന് നിദാനങ്ങളായി വേദങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലും തന്ത്രവിദ്യയിലുമൊക്കെ നിരവധി പരാമർശങ്ങളുണ്ട്. ദേവി സജ്ജനരക്ഷകയും ദുർജന ശിക്ഷകയുമാണ്. ശിവൻ നാദസ്വരൂപനാണ്. പരാശക്തിയാവട്ടെ നാദസ്വരൂപിണിയും. വിഷ്ണു സച്ചിദാനന്ദ സ്വരൂപകനും പരബ്രഹ്മമൂർത്തിയുമാണ്. അങ്ങനെ ദേവി വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ് മേഴത്തൂർ പുല്ലാനിക്കാവ് സമുച്ചയം. പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിൽ കൂറ്റനാട് സെൻട്രൽ നിന്നും തൃത്താല റൂട്ടിൽ കോടനാടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരേ മതിൽക്കെട്ടിനകത്ത് തന്നെ ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ശിവക്ഷേത്രം കോടനാട് ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഇവിടെ സർവാലങ്കാര വിഭൂഷിതനായി സർവാഭിഷ്ടപ്രദായകനായ മഹേശ്വരൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഓം ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കബർദിനേ നമഃ. ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തരുടെ സകല ദുഃഖവും തീർക്കുവാൻ സൗമ്യഭാവത്തിൽ ഭക്തരുടെ സ്വന്തം മാതാവിനെ പോലെ ഭഗവതി കുടികൊള്ളുന്നു. ഈ ക്ഷേത്രം പുല്ലാനിക്കാവ് എന്നറിയപ്പെടുന്നു. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും മധ്യത്തിലായാണ് ലോകപരിപാലകനായ വിഷ്ണുവിൻ്റെ ക്ഷേത്രം. ഇത് എരിപുരം വിഷ്ണു ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. കോടനാട് ശിവക്ഷേത്രത്തിൻ്റെയും പുല്ലാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെയും ഉടമസ്ഥാവകാശം വൈദ്യമഠം, പാഴിയോട് എന്നീ ഇല്ലങ്ങൾക്കും വിഷ്ണു ക്ഷേത്രം വൈദ്യമഠത്തിൻ്റെ മാത്രം ഊരായ്മയിലുമാണ്. പറയിപെറ്റ പന്തീരുകുലത്തിലെ ആദ്യജാതനായ മേഴത്തോൾ ബ്രഹ്മദത്തൻ അഗ്നിഹോത്രിയുടെ ജീവിത കാലഘട്ടത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് എന്നാണ് വിശ്വാസം. അഗ്നിഹോത്രിയുടെ ഇല്ലമായ വേമഞ്ചേരി മനയുടെ അടുത്ത് ഭാരതപ്പുഴയുടെ തെക്ക് വശത്താണ് ക്ഷേത്രം ഊരാളന്മാരായ വേദവൈദ്യ പാരമ്പര്യങ്ങൾ സമന്വയിക്കുന്ന മേഴത്തൂരിലെ വൈദ്യമഠം ഇല്ലം. ഈ ഇല്ലത്തെ ആയുർവേദ വിശാരദന്മാരെയാണ് അഗ്നിഹോത്രി തൻ്റെ യാഗശാലയിലെ ശാലാവൈദ്യന്മാരായി അവരോധിച്ചത്. യാഗശാലയിൽ അശ്വനി ദേവന്മാരുടെ പ്രതിനിധിയായാണ് ഭരദ്വാജ ശാഖയിൽപ്പെട്ട വൈദ്യമഠത്തിലെ കാരണവർ എന്നാണ് വിശ്വാസം. ഇവർ മാത്രമാണ് ദക്ഷിണാമൂർത്തിയെ ഉപാസിക്കുന്നത്. ധന്വന്തരിയർ ധന്വന്തരി മൂർത്തിയെയാണ് ഉപാസിക്കുന്നത്. ഭരദ്വാജ ശാഖയിൽപ്പെട്ടവർ വൈദ്യമഠം മാത്രമേയുള്ളൂ. അവർക്ക് ശസ്ത്രക്രിയ വിധിച്ചിട്ടില്ല. ആദ്യകാലത്ത് ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം മാത്രമാണുണ്ടായിരുന്നത്. പിന്നീട്
ശിവനെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ കോടനാട് ദേശത്തിൻ്റെ സംരക്ഷകനായ ശിവന്റെ ക്ഷേത്രം കോടനാട് ശിവക്ഷേത്രം എന്നും അറിയപ്പെട്ടു. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം ശൂലപാണയേ നമഃ. ഓം കഠ്വാംഗിനേ നമഃ. ഓം വിഷ്ണുവല്ലഭായ നമഃ. ഓം ശിവവിഷ്ടായ നമഃ. ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി 9 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ഇല്ലങ്ങൾ അന്യം നിന്നോ അല്ലെങ്കിൽ ഇല്ലങ്ങൾക്ക് നാശം വരികയോ ചെയ്തു. അതിലെ ഒരു ഇല്ലത്ത് വെച്ച് ആരാധിച്ചിരുന്ന ദേവിയാണ് പുല്ലാനിക്കാവ് ഭഗവതി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് തെളിവായി ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകൾ വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരി ചൂണ്ടിക്കാണിക്കുന്നു. ഭഗവതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആദ്യകാലത്ത് ഒരു തറയും അതിന് പകുതി ഭാഗം ചുമരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് ക്ഷേത്ര ശ്രീകോവിൽ പണിയുകയും ശ്രീകോവിലിന് മുന്നിൽ മുഖമണ്ഡപം പണിയുവാനായി കുഴിയെടുത്തപ്പോൾ അവിടെ മുതൽ കുളത്തിന് സമീപം വരെ ഒരു ഒറ്റക്കൽ ദൃശ്യമായി. ഇത് സാധാരണയായി നമ്പൂതിരി ഇല്ലങ്ങളിലാണ് കാണാറ്. കൂടാതെ പണ്ട് ഇല്ലങ്ങളിൽ നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന താളിക്കുണ്ട് ക്ഷേത്രക്കുളത്തിലെ പടവുകളിൽ കണ്ടതും ആദ്യകാലത്ത് ഇതൊരു ക്ഷേത്രമായിരുന്നില്ല എന്നതിനെ തെളിവായി അവശേഷിക്കുന്നു. പുല്ലാനിക്കാവ് ഈ ദേശക്ഷേത്രമാണ്. അതായത് സാധാരണ എല്ലാ ദിക്കിലുണ്ടല്ലോ ഈ